Next, f of m comma n is equal to m into n. That meaning മൾട്ടിപ്ലിക്കേഷൻ ഫംഗ്ഷൻ പെർഫോം ചെയ്യുക. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് അഡീഷൻ പെർഫോംസ് ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എം ഇസ് ഈക്വൽ ടു 2, എൻ ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്നിനെ 3യെ 2 പ്രാവശ്യം ആഡ് ചെയ്യും, അല്ലെങ്കിൽ 2നെ 3 പ്രാവശ്യം ആഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആൻസറായ 6ലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് അഡീഷൻ. ആ സക്സസീവ് അഡീഷൻ കഴിഞ്ഞ് നമുക്കെങ്ങനെ ആൻസർ വരുന്നു. ഇത് അഡീഷനും സബ്ട്രാക്ഷനും പോലെയല്ല, കുറച്ചൊന്ന് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ M2 N3 വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ M2 എന്ന് പറഞ്ഞാൽ 2 1, ദെൻ N എന്ന് പറയുമ്പോൾ 3, ദെൻ ഒരു ഡീലിമിറ്റർ ഈ 0 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ 1നെ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ ടേപ്പിനകത്ത് അതിന് ശേഷം കുറേ ബികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബിയെ റിസർവ് ചെയ്തിടണം. ഓക്കെ, റിസർവ് ചെയ്തിടണം. അതായത് നമ്മൾ 2ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആണ് വരേണ്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ടേപ്പ് എഴുതുമ്പോൾ ഓക്കെ, നമ്മൾ ടേപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടേപ്പിനകത്ത് നമ്മൾ ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തേത് M ഇസ് ഈക്വൽ ടു 2, N ഇസ് ഈക്വൽ ടു 3 ആയിരുന്നു. അപ്പോൾ ആദ്യം 2 1, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് കാണിക്കാൻ ഒരു ഡീലിമിറ്റർ 0, ദെൻ 3 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 0യും കൂടി ഇട്ടിട്ടുണ്ട്. ആ 0 എന്തിനാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് 6 കോമ്പിനേഷൻസ് ആണ് വരേണ്ടത്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു 0യും കൂടി ആഡ് ചെയ്ത് ആദ്യത്തെ 6 സെല്ലുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് നമ്മളൊരു 6 ബ്ലാങ്ക് സിമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് 1നെ നമ്മൾ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കിയാൽ ബാക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്തോറും എല്ലാം നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പൊസിഷൻ അനുസരിച്ച് ഇതാണ് സക്സസീവ് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 കാണുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് ഈ ബ്ലാങ്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകും, ഇതിനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകും. ദെൻ നമ്മൾ തിരിച്ച് വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ഈ 1നെ കട്ട് ചെയ്ത് അതിനെയും ബ്ലാങ്ക് ആക്കി വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഈ 1 വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത്, കട്ട് ചെയ്ത് മാറ്റുമല്ല, കോപ്പി ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ 1 എഴുതും, അടുത്തത് കോപ്പി ചെയ്ത് ഇവിടെ എഴുതും, അടുത്തത് കോപ്പി ചെയ്ത് എഴുതും. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാങ്കിന് മുമ്പ് ഇതുവരെ ഉള്ളതെല്ലാം നമ്മൾ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ ബ്ലാങ്കുകളെല്ലാം പോയി ബ്ലാങ്കിൻ്റെ അടുത്താണ് നമ്മൾ 1കൾ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ 1 കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് നമ്മളൊരു 0 കൊടുത്തിട്ടുണ്ടല്ലോ, 0 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ. ആ 0 കഴിഞ്ഞ് വരുന്ന 1നെ കോപ്പി ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ആദ്യം കാണുന്ന ബ്ലാങ്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. വീണ്ടും തിരിച്ച് ലെഫ്റ്റിലേക്ക് വന്ന് അടുത്ത 1നെ കോപ്പി ചെയ്ത് വീണ്ടും റൈറ്റിലേക്ക് പോയി രണ്ടാമത്തെ ബ്ലാങ്കിൻ്റെ അവിടെ 1 കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. വീണ്ടും ലെഫ്റ്റിലേക്ക് വന്ന് നമ്മുടെ മൂന്നാമത്തെ 1നെ എടുത്ത് എന്ത് ചെയ്യും, മൂന്നാമത്തെ ബ്ലാങ്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്തത് 0 ആണ്. 0 മീനിങ് നമ്മുടെ ആ 3 1കളും കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ഇപ്പോൾ ഒരു 1നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ, അടുത്ത 1നെ കൂടെ കട്ട് ചെയ്യണം.
അടുത്ത 1നെ കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം 3 ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ 1നെ എടുത്ത് അതിനെ ബ്ലാങ്ക് ആക്കിയിട്ട് വീണ്ടും നമ്മൾ പോകുമ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു 0 കാണും. 0 കാണുമെന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ എന്നാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 1നെ വീണ്ടും കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഇനി എവിടെയാണോ ബ്ലാങ്ക് കാണുന്നത് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് രണ്ടാമത്തെ 1നെ എടുത്ത് അടുത്ത ബ്ലാങ്ക് കാണുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. വീണ്ടും ലെഫ്റ്റിലേക്ക് വന്ന് അടുത്ത 1നെ എടുത്ത് റൈറ്റിലേക്ക് പോയി അടുത്ത ബ്ലാങ്ക് കാണുന്ന പൊസിഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഓക്കെ, വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലിമിറ്റർ ആയി. നമ്മുടെ സക്സസീവ് ആഡ് ചെയ്യേണ്ടുന്ന 3ൻ്റെത് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 0 മാത്രമേ ഉള്ളൂ. അതുവരെ ഉള്ളതെല്ലാം 1 ആക്കി. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എല്ലാം എന്തായി, നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ 0 മുതൽ then അടുത്ത 0 വരെയുള്ളതിനെ നമ്മൾ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ആ ബ്ലാങ്ക് കഴിഞ്ഞ് വരുന്നതായിരിക്കും നമ്മുടെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ആക്ച്വലി ട്യൂറിംഗ് മെഷീനകത്ത് പെർഫോം ചെയ്യും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് 1നെ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കി റൈറ്റിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 0 കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കി 1നെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. അപ്പോൾ കോപ്പി ചെയ്തുകൊണ്ട് വെക്കണമെങ്കിൽ നമുക്ക് ട്യൂറിംഗ് മെഷീനകത്ത് ഇങ്ങനെ കൊണ്ടുപോയി അപ്പുറത്തോട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് ചെയ്യുക പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 1നെ ആക്ച്വലി അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ y വെച്ച് റീപ്ലേസ് ചെയ്യും. 1നെ y വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് റൈറ്റിലേക്ക് പോകും. ഈ ഏതാണോ നമ്മൾ കോപ്പി ചെയ്തത് എന്നറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് y വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ y വെച്ച് റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോയി ഒരു കറസ്പോണ്ടിങ് ബിക്ക് മുകളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ b ഇല്ല, പിന്നെ എന്തേ ഉള്ളൂ, 1 ഉള്ളൂ. ദെൻ വീണ്ടും ലെഫ്റ്റിലേക്ക് വന്നിട്ട് ആ y കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത 1നെ വീണ്ടും y വെച്ച് റീപ്ലേസ് ചെയ്ത് വീണ്ടും റൈറ്റിലേക്ക് പോയി അടുത്ത b ഇരിക്കുന്ന പൊസിഷനിൽ bയെ കട്ട് ചെയ്ത് 1 വെച്ചു. വീണ്ടും ലെഫ്റ്റിലേക്ക് വന്നു, അടുത്ത y കഴിഞ്ഞ് വരുന്ന 1ൻ്റെ അവിടെ 1നെ കട്ട് ചെയ്ത് y എഴുതി. എന്നിട്ട് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് പോയി അടുത്ത b ഇരിക്കുന്നിടത്ത് 1 വെച്ചു. ദെൻ 0 കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ആദ്യത്തെ കാര്യങ്ങൾ കംപ്ലീറ്റായി, കോപ്പി പേസ്റ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, തിരിച്ച് ഇങ്ങ് വന്ന് ഈ 1നെ കട്ട് ചെയ്ത് b ആക്കണം. എന്നിട്ട് അടുത്തത് ഓപ്പറേഷനാണ്. അപ്പോൾ തൊട്ടടുത്ത y എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും, ആ yനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത് എന്ത് ചെയ്യും, ആ 1നെ വീണ്ടും y ആക്കി മാറ്റി കോപ്പി ചെയ്ത് മാറ്റി. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്. ഈ 1നെ എടുത്തുകൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണിച്ചില്ല എങ്കിൽ നമുക്കത് കറസ്പോണ്ടിങ് ഏതാണ് വാല്യൂ എടുത്തതെന്നുള്ളത് അറിയാൻ പറ്റില്ല. സോ അതിനാണ് നമ്മൾ y വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. സോ അതിൻ്റെ നമ്മുടെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്. Q0യിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് ഒരു ചേഞ്ച്, എന്താണ് ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, 1 കണ്ടു കഴിഞ്ഞാൽ 1നെ എന്ത് ചെയ്യണം, 1നെ ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് പോകണം അല്ലേ, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ്. ദെൻ Q1ൽ എന്താ ചെയ്യുന്നത്, Q1ൽ നമ്മൾ 1 കാണുകയാണെങ്കിൽ 1നെ അതേപോലെ റീപ്ലേസ് ചെയ്ത് 1നെ 1 വെച്ച് തന്നെ റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകും. ഇനി 0 കാണുകയാണെങ്കിലോ, 0യെ 0 വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകും. ഓക്കെ, 0യെ 0 വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകും. ദാറ്റ് മീനിങ് ഇനി റൈറ്റിൽ വരുന്നത് എന്താണ്, നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 0 ഇവിടെ എഴുതാത്തത്, സെൽഫ് ലൂപ്പിൽ എഴുതാത്തത്. ആ 0 എന്ന് പറയുന്നത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അഡീഷൻ ആക്ച്വലി പെർഫോം ചെയ്യേണ്ടുന്നത്. സോ 0 വരുമ്പോൾ 0 വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി അവിടെ എന്ത് ചെയ്യും, 1 കാണുമ്പോൾ അതിനെ y വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ Q3 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ വന്നു. Q3യിൽ 0 കണ്ടു കഴിഞ്ഞാലും 1 കണ്ടു കഴിഞ്ഞാലും എന്താണ്, Q3യിൽ 0 കണ്ടു കഴിഞ്ഞാൽ 0 തന്നെ റൈറ്റ്, 1 ആണെങ്കിൽ 1 തന്നെ റൈറ്റ്. ഓക്കെ, എപ്പോഴാണ് ഇത് ചേഞ്ച് വരുന്നത്, ബ്ലാങ്ക് കാണുമ്പോഴാണ്.
സോ ബ്ലാങ്ക് കാണുമ്പോഴും നമുക്ക് എന്തായിരിക്കും വരുന്നത്, ബ്ലാങ്ക് കാണുന്ന സമയത്ത് ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് ബ്ലാങ്ക് കാണുമ്പോഴത്തേക്കും നമ്മൾ ബ്ലാങ്കിനെ 1 വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ Q4 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിൽ വന്നു. Q4ൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0 ആണെങ്കിൽ 0 ലെഫ്റ്റ്, 1 ആണെങ്കിൽ 1 ലെഫ്റ്റ്. ഓക്കെ, അവിടെയും ചേഞ്ച് വരുന്നത് എപ്പോഴാണ്, Y കാണുമ്പോഴാണല്ലേ. Y വെച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സോ അടുത്ത Y എടുക്കേണ്ടുന്നതാണ്. അടുത്ത 1 നോക്കണം, Y വരുന്നത് എവിടെയോ അതിന് തൊട്ടടുത്ത 1നെയാണ് നമ്മൾ Y ആക്കി റീപ്ലേസ് ചെയ്യേണ്ടത്. സോ അവിടെ നമുക്ക് Y കാണുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ Y കാണുമ്പോൾ Y വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോവുക. ദെൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഏതുവരെ, നമ്മുടെ അടുത്ത വാല്യൂ കിട്ടുന്നത് വരെ. ഇനി ഇൻ കേസ് നമ്മൾ Q2ൽ വന്നപ്പോൾ നമുക്ക് 0 ആണ് കിട്ടിയതെങ്കിലോ, 1 ആണെങ്കിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0 ആണ് കിട്ടുന്നതെങ്കിലോ, 0 ആണ് ലെഫ്റ്റിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ Q5 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുന്നു. Q5 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുമ്പോൾ 0 കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഏറ്റവും ലെഫ്റ്റിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാങ്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ Y വന്നു കഴിഞ്ഞാൽ Y ലെഫ്റ്റ്, 0 വന്നു കഴിഞ്ഞാൽ 0 ലെഫ്റ്റ്, 1 വന്നു കഴിഞ്ഞാൽ 1 ലെഫ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്ലാങ്ക് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ബ്ലാങ്കിന് തൊട്ട് ശേഷം വരുന്ന 1നെ വീണ്ടും കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് Q0 ആണ്. അവിടെ ബ്ലാങ്ക് എന്ന് പറയുന്നത് ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, Q0യുടെ 1 കണ്ടീഷൻസ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി Q0യിൽ നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞു, അതായത് എല്ലാ സംഭവം ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Q0യിൽ നിന്ന് 0 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ അങ്ങോട്ടുള്ള എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നേ ഉള്ളതെല്ലാം ബ്ലാങ്ക് ആക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ Q6 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകും. 0 ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആക്കിയിട്ട് റൈറ്റിലേക്ക് പോകും. ഓക്കെ, അവിടെ നിന്നുകൊണ്ട് നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആക്കിക്കൊണ്ട് റൈറ്റിലേക്ക് പോകും. ഇനി അവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിലോ, 0 ആണെങ്കിൽ അതിനെയും ബ്ലാങ്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്തത് ഒഴിച്ച് ബാക്കി എല്ലാം എന്തായിരിക്കും, നമ്മുടെ ആൻസർ ആയിരിക്കും. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് 1 എടുക്കുന്നു, ആ 1നെ കട്ട് ചെയ്ത് ബ്ലാങ്ക് ആക്കിയതിന് ശേഷം റൈറ്റിലേക്ക് പോകുന്നു. എപ്പോൾ നമ്മളൊരു 0 കാണുന്നുവോ ആ 0യ്ക്ക് ശേഷം വരുന്ന വാല്യൂസ്, ആ 0യ്ക്കും തൊട്ടടുത്ത 0യ്ക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് എന്ത് ചെയ്യും, നമ്മൾ Y ആക്കി മാറ്റിയിട്ട് ആ Yയെ നമ്മൾ റൈറ്റിലുള്ള ബ്ലാങ്ക് സ്പേസസിൽ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം 3 1കളുണ്ട്, ആ 3 1കളെയും Y ആക്കി മാറ്റിയതിന് ശേഷം റൈറ്റിലുള്ള 3 ബ്ലാങ്ക് സ്പേസസിൽ കൊണ്ടുവെക്കും. ദെൻ നമ്മൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഇനി Y ആക്കി മാറ്റാനില്ല, അവിടെ 0 എന്ന് പറയുന്ന ഒരു ഡീലിമിറ്റർ കണ്ടു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം വന്നിട്ട് അവിടുത്തെ ബ്ലാങ്കിന് തൊട്ട് ശേഷമുള്ള 1നെ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് റൈറ്റിലേക്ക് പോകും. റൈറ്റിലേക്ക് പോകുമ്പോൾ 0 കാണുകയാണെങ്കിൽ ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ 0 കഴിഞ്ഞ് വരുന്ന 3 1കളെ വീണ്ടും എന്താക്കണം, Y ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോകണം, പിന്നെ വരുന്ന ബ്ലാങ്ക് സ്പേസ് റൈറ്റിലേക്ക് പോയിട്ട് പിന്നെ എവിടെ ബ്ലാങ്ക് കാണുന്നോ അവിടെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. വീണ്ടും ലെഫ്റ്റിലേക്ക് വന്ന് അടുത്ത 1നെ Y ആക്കിക്കൊണ്ട് വീണ്ടും റൈറ്റിലേക്ക് പോയി ഇനി വരുന്ന Bയിൽ പ്ലേസ് ചെയ്യും. അങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി 1കളില്ല, Y ആക്കാൻ 1കളില്ല, അടുത്തത് 0 ആണ് വരുന്നതെങ്കിൽ ദാറ്റ് മീനിങ് നമ്മൾ വീണ്ടും ഏറ്റവും ആദ്യ പൊസിഷനിലേക്ക് പോകണം. സോ ഏറ്റവും ആദ്യ പൊസിഷനിൽ ചെന്ന് ബ്ലാങ്ക് നോക്കുമ്പോൾ ബ്ലാങ്ക് കഴിഞ്ഞ് വരുന്നത് 1 ആണെങ്കിൽ മാത്രമേ നമ്മൾ സക്സസീവ് അഡീഷൻ ചെയ്യുള്ളൂ. 0 ആണെങ്കിൽ നമുക്ക് ഇനി അതിനകത്ത് ഓപ്പറേഷൻസ് ഒന്നുമില്ല, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ മുതൽ ആ 0 മുതൽ അടുത്ത 0 വരെയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആക്കും.
ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.